ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ഞാൻ ഇന്നലെ കണ്ടൊരു സ്വപ്നത്തിൻ്റെ ഒരു കുഞ്ഞു ഭാഗം എൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരിയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇട്ടിട്ട് പോകുന്നതാണെങ്കിൽ പോലും എനിക്കത് നഷ്ടപ്പെടാൻ ഒരവസരം ഉണ്ടായി. ഞാനത് ഇട്ടിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്കിത് ഓർക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ട് എൻ്റെ ഉള്ളിൽ. ഇന്ന് ഞാൻ റിട്ടയർഡായി ഇറങ്ങുകയായിരുന്നെങ്കിൽ, 60 വയസ്സല്ലേ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ പ്രായം, ഞാൻ അങ്ങനെ ആയിട്ട് ഇറങ്ങുകയായിരുന്നെങ്കിൽ എങ്ങനെയായാലും ഇന്ന് ഞാനൊരു അക്കൗണ്ട്സ് ഓഫീസറോ അങ്ങനെ എന്തെങ്കിലും, അല്ല എന്തെങ്കിലും വേണ്ട, ഓഡിറ്റ്, സെക്ഷൻ ഓഫീസറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ റിട്ടയർഡ് ആവും. ആ പോരുന്ന സമയത്ത് ഇന്ന് എങ്ങനെ പോയിരുന്നു പലരും പറഞ്ഞു 80 ലക്ഷമാണ്, 90 ലക്ഷമൊക്കെ കിട്ടുന്നു എന്നൊക്കെ പറയുന്നു. എത്ര രൂപ പെൻഷൻ കിട്ടുമായിരുന്നു? ഒന്നുമില്ലാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും അതൊരു ഭാരമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ദൈവകൃപയാൽ ഒന്നിനും കുറവില്ലാതെ ദൈവം എന്നെ തീറ്റിപ്പോറ്റുന്നുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഇതൊരു തേങ്ങലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാനൊരു സ്വപ്നം കാണുകയാണ്. എത്ര വർഷം പിന്നിട്ടൊന്ന് എൻ്റെ കുട്ടികൾ ആലോചിച്ച് നോക്കുമോ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു വ്യക്തി നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ എടുത്തു പറയുന്നൊരു വാക്കാണ്, വിലയുള്ളവനെ കിട്ടാൻ വില കൊടുക്കണമെന്ന്. അതായത് ഒരു വലിയ നിധിയാണ് കർത്താവ്. ആഴക്കടൽ പരന്നു കിടക്കും പോലെയാണ്. അതിൽ പലർക്കും ഒരു കൈക്കുമ്പിൾ ജലം, അല്ലെങ്കിൽ അതിലെ കുറച്ച് മത്സ്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് മുത്ത് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി ഇത് കാണാൻ, കടലിൻ്റെ ആഴവും പരപ്പും കാണാൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ യേശുവാകുന്ന ആ ആഴക്കടല്, അനേകർക്ക് ദൈവം ആ സ്നേഹം, അവൻ സ്നേഹമാണ്. ആ സ്നേഹം അനേകർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിക്കത്തക്ക വിധത്തിൽ യേശു എന്ന് പറയുന്ന ആ പരമപ്രധാനമായ ദൈവത്തെ എനിക്ക് ആഴത്തിൽ, ഏകദേശം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്കത് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാം എന്താണെന്ന് ദൈവം പല ദർശനങ്ങളിലൂടെ എനിക്ക് കാണിച്ചു തന്നു. അതൊന്നും എനിക്കിപ്പോൾ ഇതിൽ വിവരിച്ച് പറയാൻ പറ്റില്ല. അനേക ദർശനങ്ങൾ കാണിച്ചു തന്നാണ് എൻ്റെ ദൈവം യേശുവിലുള്ള ആ പാറ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ആ പാറയ്ക്ക് മുകളിൽ എന്നെ കയറ്റി നിർത്തിയത്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള അനേക മക്കൾ അവരുടെ വേദനകൾ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് യേശു ഞാൻ അടുത്തടുത്ത് ഇരിക്കുകയാണെന്നുള്ള പോലെയാണ് അവരെന്നോട് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഈശോയോട് പറയും, അവർക്കത് നേടി ഞാൻ വാങ്ങിക്കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് പലരും എന്നോട് വോയിസ് മെസ്സേജിൽ സംസാരിക്കുന്നത്. ഞാൻ ആരുടെയും ഫോൺ എടുക്കില്ല കേട്ടോ. കാലം വളരെ മോശമാണ് മക്കളെ. നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല. വോയിസ് മെസ്സേജ് ഇടുക, ചേച്ചി മറുപടി തരും. ഹല്ലേലൂയ. എല്ലാവർക്കും മറുപടി തരും. ഇനി നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. അപ്പം എൻ്റെ ആ ജോലി ദൈവം നഷ്ടപ്പെടുത്തിയതാണ്, ദൈവമാണത് കളഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് ഈ വിലയുള്ളവനെ കിട്ടാൻ, ഈ നിധി എനിക്ക് തരാൻ വേണ്ടി എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ കരുതി എൻ്റെ ദൈവം ചെയ്ത പണിയായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഈ നിധി നിങ്ങൾക്ക് ആവോളം, കടലോളം, പരപ്പോളം നിങ്ങൾക്ക് തരാനാണ്. അതിന് നിങ്ങളുടെയും കൂടി സഹകരണം ആവശ്യമാണ്. നിങ്ങളെ കൂടാതെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ കൂടാതെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നിരന്തരം പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ലോകത്തിൻ്റെ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് കർത്താവ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആഴത്തിൽ കർത്താവിനെ കെട്ടിപ്പിടിക്കാനാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 10-19 തിരുവാക്യത്തിൽ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു. അവ ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പാമ്പ് വരാതിരിക്കാൻ നമുക്ക് ആവുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? മണ്ണെണ്ണ തെളിക്കുന്നു, വെളുത്തുള്ളി ചതച്ചിടുന്നു, ഇപ്പോൾ കൃപാസനത്തിലെ ഉപ്പിടുന്നു അല്ലേ? എന്നാൽ ഒരുവന്റെ ശത്രു അവന്റെ വീട്ടിൽ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് കലഹിക്കുക, എന്തു പറഞ്ഞാലും നെഗറ്റീവായി എടുത്ത് വിമർശിക്കുക, നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്ത് വേണ്ടുള്ളൂ നമ്മുടെ സമാധാനം മുഴുവൻ കളയുക. പൊന്നുമക്കളെ, പല പ്രാവശ്യമായിട്ടും ഈ വ്യക്തിയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല എങ്കിൽ വീട്ടിലുള്ള
ഈ വ്യക്തി ആയതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ലല്ലോ. അയാൾ വീട്ടിലുള്ളതാണ്. മൗനം പാലിക്കുക. ഈ സാത്താന്മാരോട് ജയിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. എന്ത് അവർ പറഞ്ഞാലും തലയാട്ടി ശരി ശരി എന്ന് പറഞ്ഞ് നമ്മുടെ സമാധാനം നമ്മൾ തന്നെ ഉണ്ടാക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെയാണ് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും കർത്താവ് നമ്മോട് പറഞ്ഞത്. ഈ വചനം എന്തിനാണ് കർത്താവ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാമ്പുകൾ വായി തുറക്കുന്നത് വിഷം കൊത്തി നമ്മുടെ മേൽ ചീറ്റാനും നമ്മളെ വിഴുങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇത്തരം വ്യക്തികൾ വായി തുറക്കുന്നത് നമ്മെ കൊത്തി നശിപ്പിക്കാനും നമ്മുടെ കൃപ തട്ടിയെടുക്കാനുമാണ്. മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് ഇക്കൂട്ടർ പരിശ്രമിക്കുന്നത്. 2, നമ്മുടെ പ്രകൃതിയിൽ പല കാലാവസ്ഥകളുണ്ട്. കൊടിയ വേനലാണ് ഇപ്പൊ കടന്നു പോയതല്ലേ. AC ഇല്ലാത്തവര്, ഫാൻ ഇല്ലാത്തവര്, ഇവരുടെ ഒക്കെ ജീവിതം എന്തായിരിക്കുന്നു എന്ന് എൻ്റെ മക്കളൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ. എന്നാൽ എത്ര വേനലാണോ, അത് കഴിയുമ്പോൾ മഞ്ഞുകാലം വരും, മഴക്കാലം വരും, കാറ്റുകാലം വരും. ഇങ്ങനെ പലതരത്തിൽ കാലാവസ്ഥകൾ മാറി മാറി വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും. കൊടിയ വേനൽ പോലെ 4 കൊല്ലം 5 കൊല്ലം കഷ്ടതയിലൂടെ ദൈവം കടത്തിവിടും. കഷ്ടതയുടെ നാളുകളിൽ ഞാൻ നിന്നെ ചേർത്തി പിടിക്കുന്നു കർത്താവ് പറയുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് ദൈവത്തിനെതിരെ പിറുപിറുക്കാതെ പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ മഞ്ഞുകാലം പോലെ നല്ല ക്ലൈമറ്റ്, അതായത് സമൃദ്ധിയും സന്തോഷവും ദൈവം നമുക്ക് തരും. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 17-ാം തിരുവാക്യം 2:17 അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് വരുത്തിയിരുന്നു. എങ്ങനെ ഞങ്ങൾ കർത്താവിന് മടുപ്പ് വരുന്നത്? നിങ്ങൾ പിറുപിറുക്കുന്നു. തിന്മ ചെയ്യുന്ന ഏവനും കർത്താവിന് സ്വീകാര്യനാണ്, നന്മ ചെയ്യുന്നവനെ കർത്താവിന് കണ്ടുകൂടാന്ന് പറയുന്നു. അത്രേ, കർത്താവ് അവനിൽ പ്രസാദിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് തന്നെ നിങ്ങൾ കർത്താവിനോട് മടുപ്പ് വരുത്ത വാക്കുകൾ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എത്ര കഷ്ടം വന്നാലും ദൈവത്തിനെതിരെ സംസാരിക്കരുത്. ഇതും കടന്നു പോകും. കേസറിയ ഫിലിപ്പി ദേശത്തിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് ചോദിക്കുക, ഞാൻ ആരാന്ന ജനങ്ങൾ പറയുന്നത്? എന്താ കേസറിയ ഫിലിപ്പിക്കല്ല പ്രത്യേകത? അത് വിജാതീയന്റെ ദേശമാണ്. അവിടെ വെച്ച് നിനക്ക് എന്നെ ആയിട്ട് പറയാൻ, സാക്ഷിയാകാൻ നിനക്ക് ധൈര്യമുണ്ടോ? കർത്താവ് ചോദിക്കും, ഞാൻ ആരാന്നാ പറയുന്നത്? ഏലിയാന്നോ സ്നാപക യോഹന്നാന്നോ അവര് പറയണ എന്നൊക്കെയാണ് അവര് പറയുന്നത്. എന്തും ചാടി പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിശുദ്ധ പത്രോസ്ലീഹ. അദ്ദേഹം ഉടനെ പറയാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ കർത്താവ് ഞെട്ടിപ്പോയി. കർത്താവ് പറഞ്ഞു, യേശു പറയണ്, ജഡമാംസ രക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അടുത്ത നിമിഷം യേശു സഹിക്കാനിരിക്കുന്ന ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവരോട് വെളിപ്പെടുത്തുകയാണ്. അപ്പോഴും നമ്മുടെ പത്രോസ്ലീഹ ചാടിക്കേറി പറഞ്ഞു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അതായത് സഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പത്രോസ്ലീഹയ്ക്ക് പറ്റിയില്ല. കണ്ടു? അപ്പൊ അതിൽ നമ്മൾ മനസ്സിലായി. അപ്പൊ കർത്താവ് എന്താ തിരിച്ചു പറഞ്ഞത് പത്രോസ്ലീഹയോട്? സാത്താനെ ദൂരെ പോ, നീ എനിക്ക് തടസ്സമാണെന്നാ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ അടുത്ത വചനമാണ്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടേന്ന്. കുരിശില്ലാതെ, സഹനമില്ലാത്ത, രോഗങ്ങള്, തടസ്സങ്ങള്, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ക്രിസ്തീയത ഇല്ല മക്കളെ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കർത്താവിലേക്ക് വന്ന എന്തോ കിട്ടുമെന്ന് ഓർത്തിട്ടൊക്കെയാണ് നമ്മളൊക്കെ ആദ്യം ഓടി വരുന്നത്. പക്ഷെ കിട്ടുന്നതിനേക്കാൾ ഉപരി ആത്മാവിന്റെ രക്ഷ നമ്മെ കഴുകുകയാണ് കർത്താവ്. വെള്ളാറം കല്ല് പോലെ കഴുകിയെടുക്കുകയാണ് കർത്താവ് നമ്മെ. നമ്മൾ ഈ ലോകത്തോട് മരിക്കുന്നു. ഈ ലോകത്തിന്റെ പല ആഗ്രഹങ്ങളോടും മതി മതി എന്ന് പറഞ്ഞ് നമ്മുടെ തല കുനിയാണ്, അങ്ങോട്ട് ഭൂമിയിലേക്ക് അങ്ങോട്ട് കുനിയാണ്, പലതിനെയും ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതാണ് കർത്താവും ആഗ്രഹിക്കുന്നത്. അവിടെ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ കുട്ടികൾ, എല്ലാം എല്ലാവർക്കും ദൈവം വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടതാണ് സത്യം എന്ന് പറയുന്നത് വിഡ്ഢികളാണ് അങ്ങനെ പറയുന്നത്. നമുക്കറിയാത്ത പരന്നു കിടക്കുന്ന അനേക ദൈവിക രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈദികനാണെന്ന് പറയുന്നത്, നിങ്ങൾ കുറെ പ്രാർത്ഥിച്ചത് കൊണ്ടോ കൊന്ത ചൊല്ലിയത് കൊണ്ടോ എന്നും പള്ളിയിൽ പോയത് കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ കർത്താവ് പറയും പോലെ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കണം. പക്ഷേ ഏറ്റവും പരമപ്രധാനം പ്രാർത്ഥനയാണ്.
പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവില്ല. എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റിയ കുർബാനയ്ക്ക് പോവുക. എന്നും എത്രത്തോളം ബൈബിള് വായിക്കാമോ അത്രത്തോളം ബൈബിള് വായിക്കുക. 5 ജപമാലെങ്കിലും ചൊല്ലാതെ ഒരു ദിവസം കടന്നു പോകരുത്. അങ്ങനെ പ്രാർത്ഥിച്ച് 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 കർത്താവുമായിട്ട് ഒട്ടിയിരിക്കുക. ഹല്ലേലൂയ. കർത്താവിനോട് ഒട്ടിയിരിക്കണോ? പ്രാർത്ഥിക്കണം മക്കളെ. അതുകൊണ്ട് കർത്താവ് എല്ലാവർക്കും എല്ലാം വെളിപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കരുത്. കണ്ടു, ചേച്ചി പറഞ്ഞില്ലേ, ഞാനൊരു പെന്തക്കോസ്തുകാരിയായിരുന്നു, ഹിന്ദു ആയിരുന്നു, പെന്തക്കോസ്തിലേക്ക് വന്നു, അവിടെ പോവിനും അവിടെ പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ എങ്കിൽ ഒരു മരിയൻ ധ്യാനം കൂടി പരിശുദ്ധ അമ്മേനെ എൻ്റെ ആത്മനേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടതാണ്. എന്നെ മാതാവിൻ്റെ പാട്ടുകൾ വന്ന് മാതാവ് പഠിപ്പിച്ചു തന്നു. പല തവണ ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്, പല തവണ. ഹല്ലേലൂയ. ഉണ്ണീശോയുടെ ജപം ചൊല്ല്. അപ്പൊ ഇതൊക്കെ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കണ്ടു, അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ വിഗ്രഹം എന്ന് പറയുന്നത് ഇതല്ല മക്കളെ വിഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ എല്ലാ മക്കളെയും സബ്സ്ക്രൈബേഴ്സിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ആമേൻ.